വാർത്താപകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസവും എയിംസ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനെ നേരിട്ടറിയിച്ച് സംസ്ഥാന സർക്കാർ. ഡൽഹി കേരള ഹൗസിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറും മുഖ്യമന്ത്രി പിണറായി വിജയനുമാണ് നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തിയത്. എന്നാൽ ആശാ വർക്കേഴ്സിന്റെ സമരം ചർച്ചയായില്ല. കേന്ദ്രത്തിന് കേരളത്തോട് ചിറ്റമ്മ നയമാണെന്നും ആശാ വർക്കേഴ്സിന്റെ സമരം കൂടിക്കാഴ്ചയിൽ ഉന്നയിക്കാമായിരുന്നുവെന്നും KC വേണുഗോപാലും പ്രതികരിച്ചു. രാവിലെ 9 മണിയോടെയാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ കേരള ഹൗസിൽ എത്തിയത്. പ്രഭാത ഭക്ഷണത്തിന് ശേഷമാണ് കേരളത്തിന്റെ ആവശ്യങ്ങൾ സംബന്ധിച്ചുള്ള വിശദമായ ചർച്ചകൾ നടന്നത്. 45 മിനിറ്റ് നീണ്ടുനിന്ന കൂടിക്കാഴ്ചയിൽ അരമണിക്കൂറോളം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറും പങ്കെടുത്തു. പ്രൊഫസർ KV തോമസും അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ A ജയതിലകും ചർച്ചയുടെ ഭാഗമായി. വയനാട് പുനരധിവാസത്തിനുള്ള വായ്പാ വിനിയോഗ കാലാവധി നീട്ടി നൽകുന്നത്, വിഴിഞ്ഞം തുറമുഖം, വായ്പാ പരിധി, എയിംസ് തുടങ്ങിയവ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. എന്നാൽ ആശാ വർക്കേഴ്സ് വിഷയം ചർച്ചയായില്ല. മുഖ്യമന്ത്രിയോ കേന്ദ്ര ധനമന്ത്രിയോ വിഷയം ഉന്നയിച്ചില്ലെന്നാണ് സർക്കാർ വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം. ആശാ വർക്കേഴ്സിന്റെ സമരം ഉന്നയിക്കേണ്ടതായിരുന്നുവെന്ന് KC വേണുഗോപാൽ MP. മുഖ്യമന്ത്രി ആ ചർച്ചയിൽ പാവപ്പെട്ട ആശാ വർക്കർമാരുടെ വിഷയം കൂടെ ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ ആകെ ഒരു ശ്രദ്ധയുള്ളത് ഈ വൻ നിക്ഷേപങ്ങളും വൻ മുതലാളി സംരംഭങ്ങളും. ഇവിടെ ഇപ്പോൾ കടൽമണ്ഡലത്തിൻ്റെ കാര്യത്തിൽ മോഡി ചെയ്യുന്നത് പോലെ തന്നെ അത്രയുള്ള കണ്ണാണ് പാവപ്പെട്ട ആശാ വർക്കർമാരുടെയും അതുപോലെ പെൻഷൻകാരുടെയും അതുപോലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും ഒക്കെ പ്രശ്നങ്ങൾ കൂടി ഉന്നയിക്കണം. കാരണം അവിടെ ഒരുപാട് ഡ്യൂ ഉണ്ട് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക്. കേരളത്തിന്റെ ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് കൂടിക്കാഴ്ചയിൽ ധനമന്ത്രി അറിയിച്ചതായാണ് വിവരം. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രിയോ ധനമന്ത്രിയോ മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല. കൂടിക്കാഴ്ച അനൌദ്യോഗികമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ വിശദീകരണം. ബൽറാം നെടുങ്ങാടി, 24, ഡൽഹി. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൂടിക്കാഴ്ചയിൽ ആശാ വർക്കേഴ്സിന് നിരാശ. ആശാ വർക്കേഴ്സിന്റെ പ്രശ്നങ്ങൾ കേന്ദ്ര ധനമന്ത്രി അറിയിക്കാത്തതിൽ മുഖ്യമന്ത്രിയെ വിമർശിക്കുകയാണ് സമരക്കാർ. അതിനിടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കേഴ്സിന്റെ സമരപ്പന്തലിലേക്ക് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇന്ന് വീണ്ടും എത്തി. ഇവര് നമ്മളെക്കുറിച്ചൊന്നും സംസാരിക്കില്ല. അവർ മറന്ന ഒരു വിഷയമാണ്. അവരെന്തായാലും സംസാരിച്ചെങ്കിലും ഒരു അധികമായി പോയേനെ. ഡൽഹിയിലെ കൂടിക്കാഴ്ചയിൽ കടുത്ത നിരാശയാണ് ആശാ വർക്കേഴ്സ് പങ്കുവയ്ക്കുന്നത്. സർക്കാരിൽ നിന്ന് മറിച്ചൊന്നും പ്രതീക്ഷിക്കുന്നില്ലെന്ന് ആശമാർ പറയുന്നു. സംസ്ഥാനം നടപടിയെടുക്കേണ്ട വിഷയത്തിലാണ് ഇപ്പോൾ സമരം. കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള പണമിടപാടിൽ ആശാവർക്കർമാർക്ക് യാതൊരു റോളും ഇല്ല. അതിനകത്ത് സ്റ്റേറ്റ് ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നത് ഈ 232 രൂപയ്ക്ക് കേരളത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. വർദ്ധിപ്പിച്ചേരണമെന്ന് സംസ്ഥാന സർക്കാരിനോടാണ് ആവശ്യപ്പെട്ടത്. സംസ്ഥാന സർക്കാരാണ് അത് തീരുമാനിക്കേണ്ടത്. അവരൊരു തീരുമാനം എടുക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആശാ വർക്കേഴ്സിന്റെ സമരവേദിയിലേക്ക് 4ാം തവണയും സുരേഷ് ഗോപി എത്തി. കാര്യങ്ങൾ കേന്ദ്രത്തെ അറിയിച്ചതിന്റെ നേരിയ ഫലം ഉണ്ടായിട്ടുണ്ടെന്ന് സുരേഷ് ഗോപി. ഞാൻ അവിടെ എന്താണോ ഇവരിൽ നിന്ന് മനസ്സിലാക്കിയത്, ഒരു രാഷ്ട്രീയ കലർപ്പുമില്ലാതെ അവിടെ എത്തിച്ചിട്ടുണ്ട്. അതിന്റെ ഫലം നേരിയ ലെവലിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. കേരളത്തെ കേന്ദ്രം അവഗണിക്കുന്നു എന്നത് കള്ളപ്രചാരമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനും പറഞ്ഞു. അനിശ്ചിതകാല രാപ്പകൽ സമരം ഇന്ന് 31ാം ദിവസത്തിലാണ്. നാളെ സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരക്കാർ പ്രതിഷേധ പൊങ്കാലയിടും. 24 തിരുവനന്തപുരം. MPമാരെ വിരുന്നിന് ക്ഷണിച്ച് ചർച്ച നടത്തിയതിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറെ പ്രശംസിച്ച് ഡോക്ടർ ശശി തരൂർ MP. ഏതൊക്കെ വിഷയങ്ങളാണ് കേന്ദ്രത്തോട് സംസാരിക്കേണ്ടത് എന്ന് ഗവർണർ ചോദിച്ചു. വിഷയങ്ങളിൽ ഇടപെടാൻ തയ്യാറാണ് എന്ന് ഗവർണർ അറിയിച്ചുവെന്നും ഡോക്ടർ ശശി തരൂർ പറഞ്ഞു. ഗവർണർ ഞങ്ങളെ ക്ഷണിച്ച് ഭക്ഷണം തന്ന് സംസാരിക്കാൻ ആഗ്രഹിച്ചത് ഒരു നല്ലൊരു കാര്യമാണ്. അതിശയമാണത്. ഇതൊന്നും മുമ്പൊന്നും കാണാത്തൊരു വിഷയമാണ്. അതിൻ്റെ ഒപ്പം അദ്ദേഹം പറഞ്ഞു, ഞാനും നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുക, ഏതൊക്കെയാണ് വിഷയങ്ങൾ നമ്മുടെ സംസ്ഥാനത്തിൽ കേരളത്തെ നന്നാക്കാൻ വേണ്ടി ഞാനും നിങ്ങളുടെ ഒപ്പം ഉണ്ടെന്ന്. അത് കേൾക്കാൻ എനിക്ക് വലിയ സന്തോഷം തോന്നി. അത്ര ഞാൻ പേഴ്സണലി അതെ, പക്ഷെ ഞാൻ സ്ട്രെസ് ചെയ്തൊരു പേഴ്സണൽ സ്റ്റാൻഡാണ്. ഞാൻ വിവാദമുണ്ടാക്കാനല്ല. അദ്ദേഹം കാണിച്ച മര്യാദയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഉരുൾപൊട്ടൽ പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് വയനാട് ചൂരൽമലയിൽ സമരവുമായി പടവെട്ടിക്കുന്നു നിവാസികൾ. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഒറ്റപ്പെട്ടു പോയ 27 കുടുംബങ്ങളെ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നാണ് ആവശ്യം. നാളെ ജനശബ്ദം ആക്ഷൻ കമ്മിറ്റി ജില്ലാ കളക്ടറേറ്റ് ഉപരോധിക്കും. ഇന്ന് ഈ സർക്കാരത്ത് ഞങ്ങൾ 27 വീടുകൾ താഴെ ഓടിക്കണം. നിങ്ങൾ ചാനലിൻ്റെ മുന്നിലും ഈ ജനങ്ങളെ മുന്നിലൊന്നും ഞങ്ങൾക്ക് വന്ന് നിൽക്കേണ്ടില്ലായിരുന്നു. ഞങ്ങൾ എന്തിൻ്റെ ജീവൻ കൊണ്ട് ഞങ്ങൾക്ക് അന്ന് മരിക്കാൻ ഞങ്ങൾ തയ്യാറായി. ഞങ്ങൾക്ക് താഴെ ഓടാത്തതിൽ നിന്ന് ഞങ്ങളുടെ മനസ്സിലൊക്കെ കുറ്റബോധമുണ്ട്.
വെള്ളാർമല സ്കൂളിന് അരികിലൂടെ കടന്നുപോകുന്ന റോഡാണ് പടവെട്ടിക്കുന്നിലേക്ക്. ഈ റോഡ് പൂർണ്ണമായും തകർന്നു. ദുരന്ത സാധ്യത മേഖലയാണ് പടവെട്ടിക്കുന്ന്. എന്നാൽ ഈ കുടുംബങ്ങളെ ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഒരുപാട് സ്പോൺസർമാരുണ്ട്, ഒരുപാട് ആളുകൾ വീട് കൊടുക്കുന്നുണ്ട്. അതിൽ ഈ പാവങ്ങൾ ഈ 34 വീടുകളെയും കൂടെ നമ്മൾ ഉൾപ്പെടുത്തണം എന്നാണ് പറയുന്നത്. അതിനു വേണ്ടി അവരെ ഉൾപ്പെടുത്തുന്നവരെ ഞങ്ങൾ ഈ സമരമായിട്ട് മുന്നോട്ട് പോകും. 27 കുടുംബങ്ങളെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്നാണ് ഉയരുന്ന ആവശ്യം. ഇതോടൊപ്പം റാട്ടപ്പാടി, മുണ്ടക്കൈപ്പാടി, അട്ടമല പ്രദേശത്തുള്ളവരെയും പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നും ആവശ്യമുയരുന്നുണ്ട്. ബെയിലി പാലത്തിൽ നിന്ന് പ്രകടനമായാണ് ചൂരൽമല ജംഗ്ഷനിൽ പ്രതിഷേധ പരിപാടിക്ക് പ്രദേശവാസികൾ എത്തിയത്. ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ് പടവെട്ടിക്കുന്നിലെ കുടുംബത്തെ, ആളുകളെ, അവിടുന്ന് മാറാൻ താല്പര്യമുള്ള ആളുകളെ സർക്കാർ മാറ്റി പാർപ്പിക്കണമെന്നുള്ളത്. അതിന് 2 കാരണമുണ്ട്. ഒന്ന്, ഈ ദുരന്തമാണ് കാരണമെങ്കിൽ, ഒന്ന് ഇതിനു മുൻപുണ്ടായ പുത്തുമല ദുരന്തത്തിന് ശേഷം പടവെട്ടിക്കുന്ന്, മുണ്ടക്കൈ, കുറിച്യാർമല, ചെമ്പ്ര തുടങ്ങിയ ലാൻഡ് സ്ലൈഡ് സാധ്യതയുള്ള മേഖലയിൽ നിന്ന് ആളുകളെ മാറ്റി പാർപ്പിക്കണം എന്നുള്ളൊരു നിവേദനം അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് കളക്ടറേറ്റിലുണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ബാബു ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും സമരത്തിൽ പങ്കെടുത്തു. നാളെ ജനശബ്ദം ആക്ഷൻ കമ്മിറ്റി കളക്ടറേറ്റ് ഉപരോധം സംഘടിപ്പിക്കുന്നുണ്ട്. 24 വയനാട്. പാലക്കാട് എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണശാല തുടങ്ങുന്ന ഒയാസിസിനെതിരെ കേസെടുക്കാൻ റവന്യൂ വകുപ്പിന്റെ നിർദ്ദേശം. ചട്ടവിരുദ്ധമായി കൂടുതൽ ഭൂമി കൈവശം വെച്ചതിനാൽ മിച്ചഭൂമി കേസെടുക്കാമെന്ന് റവന്യൂ വകുപ്പ് നിയമസഭയിൽ വ്യക്തമാക്കി. താലൂക്ക് ലാൻഡ് ബോർഡിനാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി ലഭിച്ച ഒയാസിസിനെതിരെ CPI ഭരിക്കുന്ന റവന്യൂ വകുപ്പ് നടപടി തുടരുകയാണ്. 1963 ചട്ടപ്രകാരം കമ്പനിക്ക് കൈവശം വയ്ക്കാവുന്നത് പരമാവധി 12 മുതൽ 15 ഏക്കർ വരെ ഭൂമിയാണ്. എന്നാൽ ഒയാസിസിന്റെ കൈവശം 23.92 ഏക്കർ ഭൂമിയുണ്ട്. നിയമവിരുദ്ധമായാണ് കൂടുതൽ ഭൂമി ഒയാസിസ് കൈവശം വയ്ക്കുന്നത്. മിച്ചഭൂമി കേസ് രജിസ്റ്റർ ചെയ്യാൻ താലൂക്ക് ലാൻഡ് ബോർഡിന് സ്റ്റേറ്റ് ലാൻഡ് ബോർഡാണ് അനുമതി നൽകിയത്. അൻവർ സാദത്ത്, CR മഹേഷ്, M വിൻസെന്റ് എന്നിവരുടെ ചോദ്യത്തിന് മന്ത്രി K രാജൻ നിയമസഭയിൽ നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം പറയുന്നത്. നേരത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി തേടിയ ഒയാസിസ് കമ്പനിക്ക് CPI ഭരിക്കുന്ന കൃഷി, റവന്യൂ വകുപ്പുകൾ ചേർന്ന് അനുമതി നിഷേധിച്ചിരുന്നു. കൃഷിഭൂമിയാണെന്ന് കൃഷി വകുപ്പ് നൽകിയ റിപ്പോർട്ട് പരിഗണിച്ച് RDO ഭൂമി തരം മാറ്റാനുള്ള അപേക്ഷ തള്ളുകയായിരുന്നു. 24 തിരുവനന്തപുരം. മറ്റു ചില പ്രധാന റിപ്പോർട്ടുകളിലേക്ക്. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ട്രംപ് പുടിൻ കൂടിക്കാഴ്ചയ്ക്ക് കളമൊരുങ്ങുന്നു. വെടിനിർത്തലിന് യുക്രൈൻ സന്നദ്ധത അറിയിച്ചതിന് പിന്നാലെ പുടിനുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ വൈറ്റ് ഹൌസിലേക്ക് തിരികെ ക്ഷണിക്കുമെന്നും ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. അമേരിക്ക മുന്നോട്ട് വെച്ച 30 ദിവസത്തെ വെടിനിർത്തൽ നിർദ്ദേശം യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി അംഗീകരിച്ചു. സൗദി അറേബ്യയിലെ ജിദ്ദയിൽ നടന്ന അമേരിക്ക യുക്രൈൻ ചർച്ചയ്ക്ക് ശേഷമാണ് സെലൻസ്കിയുടെ പ്രതികരണം. കര, വ്യോമ, കടൽ യുദ്ധമടക്കം എല്ലാ ആക്രമണങ്ങളും നിർത്തിവെക്കാൻ തയ്യാറാണെന്നും ഇക്കാര്യം അമേരിക്ക റഷ്യയെ ബോധ്യപ്പെടുത്തണമെന്നും സെലൻസ്കി വ്യക്തമാക്കി. ചർച്ചകൾക്കു ശേഷം പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ യുക്രൈനുള്ള സുരക്ഷാ സൈനിക സഹായങ്ങളും രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കുവെക്കലും അമേരിക്ക പുനരാരംഭിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള ഉത്തരവാദിത്തം ഇനി റഷ്യയ്ക്കാണെന്ന് ചർച്ചകൾക്കു ശേഷം അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വ്യക്തമാക്കി. വാർത്ത സ്വാഗതം ചെയ്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി ഇക്കാര്യം ചർച്ച ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട്. യുക്രൈന് സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി അമേരിക്കയുമായി ധാതു കൈമാറ്റ കരാർ വൈകാതെ ഒപ്പിടാനും ചർച്ചയിൽ തീരുമാനമായി. സമാധാന കരാറിനെപ്പറ്റി ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് പുടിൻ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും താൽക്കാലിക വെടിനിർത്തലിന് തയ്യാറല്ലെന്നും റഷ്യയുടെ ദീർഘകാല സുരക്ഷ ഉറപ്പാക്കുന്ന കരാറാണ് താൽപര്യപ്പെടുന്നതെന്നുമാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. റഷ്യ പിടിച്ചെടുത്ത പ്രദേശങ്ങളിൽ നിന്ന് യുക്രൈൻ പൂർണ്ണമായും പിന്മാറണമെന്നും റഷ്യ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനിടെ സമാധാന പ്രക്രിയകളിൽ യൂറോപ്യൻ രാജ്യങ്ങൾ പങ്കാളികളാകണമെന്ന് സെലൻസ്കി ആവശ്യപ്പെട്ടു. ഇന്റർനാഷണൽ ഡെസ്ക് 24. പാകിസ്ഥാനിൽ ബലൂച്ച് ലിബറേഷൻ ആർമി ട്രെയിൻ ആക്രമിച്ച് ബന്ദികളാക്കിയവരിൽ 157 പേരെ പാക് സൈന്യം മോചിപ്പിച്ചു. 100-ലേറെ പേർ ഇപ്പോഴും ബന്ദികളായി തുടരുകയാണ്. 30 പാക് സൈനികരും 27 ബലൂച്ച് ലിബറേഷൻ ആർമി അംഗങ്ങളും കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ. പാകിസ്ഥാന്റെ തെക്കു പടിഞ്ഞാറൻ പ്രവിശ്യയായ ബലൂചിസ്ഥാനിലെ ക്വറ്റയിൽ നിന്ന് വടക്കൻ പാകിസ്ഥാനിലെ പെഷവാറിലേക്ക് പോവുകയായിരുന്ന ജാഫർ എക്സ്പ്രസ് ആണ് ഇന്നലെ ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ ചാവേർ വിഭാഗമായ മജീദ് ബ്രിഗേഡ് തട്ടിയെടുത്തത്. സ്ത്രീകളും കുട്ടികളുമടക്കം 450ഓളം യാത്രക്കാരാണ് ട്രെയിനിലുണ്ടായിരുന്നത്. ബന്ദികളാക്കിയവർക്ക് പകരമായി പാക് സൈന്യം തട്ടിക്കൊണ്ടുപോയ BLA നേതാക്കളെയും ആക്ടിവിസ്റ്റുകളെയും കാണാതായവരെയും
പാക് സൈന്യം 48 മണിക്കൂറിനുള്ളിൽ കൈമാറണമെന്നാണ് BLAയുടെ ആവശ്യം. തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത പക്ഷം ട്രെയിൻ പൂർണ്ണമായും നശിപ്പിക്കുമെന്നും ബന്ദികളെ വധിക്കുമെന്നുമാണ് ഭീഷണി. ബന്ദികളിൽ പാക് സൈന്യത്തിന്റെയും മറ്റ് സുരക്ഷാ സേനകളിലെയും ഉദ്യോഗസ്ഥരുമുണ്ട്. ബന്ദികളാക്കിയവരിൽ 35ഓളം പേരെ മലനിരകളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്നും മറ്റുള്ളവർ ട്രെയിനിനുള്ളിൽ തന്നെയാണെന്നും സൈന്യം വ്യക്തമാക്കി. ബന്ദികളെ മോചിപ്പിക്കാൻ പാക് സൈന്യം BLA സംഘത്തെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാനിൽ നിന്ന് സ്വതന്ത്രമായി ബലൂചിസ്ഥാൻ എന്ന സ്വതന്ത്ര രാഷ്ട്രം സ്ഥാപിക്കാനാണ് BLA ലക്ഷ്യമിടുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴകം ജോലിയിൽ നിന്ന് മാറ്റണമെന്ന് ദേവസ്വത്തിന് അപേക്ഷ നൽകി ജാതി വിവേചനം നേരിട്ട BA ബാലു. കൂടൽമാണിക്യം ദേവസ്വം ബോർഡ് ചർച്ച ചെയ്ത് ഇക്കാര്യത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കും. കഴകം ജോലിയിൽ BA ബാലു വീണ്ടും പ്രവേശിച്ചാൽ പൂർണ്ണ പിന്തുണ നൽകുമെന്നാണ് സർക്കാരിന്റെയും ദേവസ്വത്തിന്റെയും ഉറപ്പ്. എന്നാൽ കഴകം ജോലിയിൽ നിന്ന് പിന്മാറാനാണ് ബാലുവിന്റെ തീരുമാനം. ക്ഷേത്രോത്സവം നടക്കാനിരിക്കെ ജോലിയിൽ തുടർന്നാൽ തന്ത്രിമാർ മുൻ നിലപാട് തന്നെ സ്വീകരിക്കുമെന്നാണ് ബാലു പറയുന്നത്. ഉത്സവം നടക്കുന്ന സമയത്ത് തന്ത്രിമാർ ഇതേ നിലപാട് തന്നെ സ്വീകരിക്കും. അപ്പോൾ അത് എന്നെ സംബന്ധിച്ചൊരു മാനസിക ബുദ്ധിമുട്ടുണ്ടാകും. മറ്റേ വർഗീയ അമ്പലങ്ങളിലൊക്കെ ഉത്സവത്തിന് മുൻനിരയിൽ നിന്നിട്ടുള്ള ആളാണ്. അപ്പോൾ ഞാൻ കാരണം ഇനി അവിടെ ഒരു അമ്പലത്തിന് ഒരു ചടങ്ങ് മുടങ്ങുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ബാലുവിന്റെ കത്ത് കൂടൽമാണിക്യം ദേവസ്വം വിശദമായി ചർച്ച ചെയ്ത് സർക്കാരിനെ അറിയിക്കും. റിക്രൂട്ട്മെന്റ് ബോർഡ് വഴിയായിരുന്നു BA ബാലുവിന്റെ നിയമനം. അതിനാൽ ബാലുവിന്റെ കത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളേണ്ടതും സർക്കാരാണ്. വിവാദത്തിൽ സ്ഥലം MP കൂടിയായ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു. വിഷമുണ്ടല്ലോ ഇതിനിടയ്ക്ക്. ആ വിഷം എന്താണെന്ന് നിങ്ങൾ തന്നെ പ്രചരിപ്പിച്ചില്ലേ? വിഷങ്ങളെല്ലാം നമുക്ക് പുകച്ചു വെളിയിൽ ചാടിക്കണം. 24 തൃശൂർ. കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ജാതി വിവേചനത്തിൽ നിലപാട് വ്യക്തമാക്കി ദേവസ്വം മന്ത്രി VN വാസവൻ. പരാതി നൽകിയ ജീവനക്കാരനെ ജോലിയിൽ നിന്ന് മാറ്റിയത് പരിശോധിക്കുമെന്ന് മന്ത്രി സഭയെ അറിയിച്ചു. കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ തന്ത്രിമാർ താന്ത്രിക വിദ്യകൾ തുടരുകയാണ് എന്ന് പരിഹസിച്ച മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഇതിനെതിരെ കേരളം ഒറ്റക്കെട്ടായി പ്രതിഷേധിക്കണമെന്നും ആവശ്യപ്പെട്ടു. കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ജാതി വിവേചന പരാതി AP അനിൽകുമാർ MLA ആണ് നിയമസഭയിൽ ഉന്നയിച്ചത്. അനിൽകുമാറിന്റെ സബ്മിഷന് മറുപടി പറഞ്ഞ ദേവസ്വം മന്ത്രി VN വാസവൻ കഴകൻ ജോലി ലഭിച്ച യുവാവിനെ മാറ്റി നിർത്തിയത് സർക്കാർ നിലപാടല്ലെന്ന് വ്യക്തമാക്കി. 2025 റിക്രൂട്ട്മെന്റ് ബോർഡ് വഴി നിയമിതനായ ശ്രീ ബാലു BA എന്ന വ്യക്തി കഴകം ജോലി ചെയ്യുന്നതിലാണ് തന്ത്രിമാർ വിയോജിപ്പ് രേഖപ്പെടുത്തിയത്. നിയമിതനായ വ്യക്തി തന്നെ അവിടെ നിഷ്കർഷിക്കുന്ന ജോലി നിർവഹിക്കണം എന്നുള്ളതാണ് സർക്കാർ നിലപാട്. ഇതനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് കൂടൽമാണിക്യം ദേവസ്വം ചെയർമാനും മുന്നോട്ട് വന്നിട്ടുണ്ട്. നിയമസഭയിലെ ധനാഭ്യർത്ഥന ചർച്ചയിലും കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ ജാതി വിവേചന പരാതി പരാമർശിക്കപ്പെട്ടു. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ് വിഷയം ഉന്നയിച്ചത്. സാർ, ഇപ്പോഴും നമ്മുടെ സംസ്ഥാനത്ത് ഈ കൂടൽമാണിക്യത്തിലെ തന്ത്രിമാരുടെ താന്ത്രിക വിദ്യകൾ നമ്മുടെ സമൂഹത്തിൽ ഏൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നടക്കുന്നു എന്നുള്ളത് ഗൗരവതരമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഒറ്റക്കെട്ടായി, കേരളമാകെ ഒറ്റക്കെട്ടായി ഈ അനീതിക്കെതിരായിട്ടുള്ള അന്യായങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ട ഒരു സാഹചര്യമാണെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് സാർ. കഴകം നിയമനം ലഭിച്ച തിരുവനന്തപുരം സ്വദേശിയായ യുവാവ് ജാതി വിവേചന പരാതിയെ തുടർന്ന് ജോലിക്കില്ലെന്ന നിലപാടിലാണ്. 24 തിരുവനന്തപുരം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് ഗർഭപാത്രം നീക്കം ചെയ്ത മധ്യവയസ്ക മരിച്ചെന്നാക്ഷേപം. പേരാമ്പ്ര സ്വദേശി വിലാസിനിയുടെ മരണത്തിലാണ് ആരോപണവുമായി കുടുംബം രംഗത്തെത്തിയത്. സംഭവത്തിൽ മെഡിക്കൽ കോളേജ് അധികൃതർ അന്വേഷണം തുടങ്ങി. ഈ മാസം 4-നാണ് പേരാമ്പ്ര സ്വദേശിയായ വിലാസിനിയെ ഗർഭപാത്രം നീക്കം ചെയ്യുന്നതിനായി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. 7-ാം തീയതി ശസ്ത്രക്രിയ നടത്തി. ശസ്ത്രക്രിയക്കിടെ കുടലിന് മുറിവേറ്റിരുന്നു. ഇത് പിന്നീട് അണുബാധയായി മാറി. കുടലിനേറ്റ പരിക്ക് ഗുരുതരമായതോടെ 2 ദിവസം മുമ്പാണ് വീണ്ടും ശസ്ത്രക്രിയ നടത്തി ആ ഭാഗം നീക്കം ചെയ്തത്. അപ്പോഴേക്കും കരളിനെയും കിഡ്നിയെയും അണുബാധ ബാധിച്ചിരുന്നതായി കുടുംബം ആരോപിക്കുന്നു. ഇൻഫെക്ഷൻ സംഭവിച്ച ആ ഭാഗം അവർ കട്ട് ചെയ്ത് മാറ്റി. അതായത് ഒരു പോർഷൻ അവർ കട്ട് ചെയ്ത് മാറ്റി. ഓർഗൻസിലേക്ക് ഇൻഫെക്ഷൻ സ്പ്രെഡ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. BPയും സാച്ചുറേഷനൊക്കെ ലോ ആയിരുന്നു ഇന്നലെ പേഷ്യൻറ്റിന്. ഇന്നാണെങ്കിൽ അവർ രാവിലെ 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് പേഷ്യൻ്റ് ഡെത്ത് ഡിക്ലെയർ ചെയ്തു. ചികിത്സാ പിഴവ് ആദ്യം തന്നെ ഡോക്ടേഴ്സ് സമ്മതിച്ചിരുന്നതായും വിലാസിനിയുടെ കുടുംബം പറയുന്നു. 6-ാം തീയതി ഫസ്റ്റ് സർജറി കഴിഞ്ഞു. സർജറി കഴിഞ്ഞ് അതായത് യൂട്രസ് റിമൂവ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അവർ പറഞ്ഞിരിക്കുന്നത് ഇൻഡസ്ട്രിയിൽ ചെറിയായിട്ടൊരു പോറൽ സംഭവിച്ചെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പോറൽ സംഭവിച്ചു, അത് അവർ സ്വീച്ചറിങ് ചെയ്തു. സംഭവത്തിൽ മെഡിക്കൽ കോളേജ് പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. അതേസമയം മാതൃശിശു സംരക്ഷണ കേന്ദ്രം സൂപ്രണ്ട് ഗൈനക്കോളജി വിഭാഗം മേധാവിയോട് റിപ്പോർട്ട് തേടി. രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്.
അതിനിടെ ഈ വിഷയത്തിൽ വീഴ്ച സംഭവിച്ചെന്നോ ഇല്ലെന്നോ സമ്മതിക്കാതെ അധികൃതർ രംഗത്തെത്തിയിട്ടുണ്ട്. രോഗിക്ക് കൃത്യമായ ചികിത്സ നൽകിയെന്നാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. രാഹുൽ സുരേഷ് വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. രാഹുൽ, ഇക്കാര്യത്തിൽ എന്താണ് മെഡിക്കൽ കോളേജ് ഔദ്യോഗികമായി അറിയിക്കുന്നത്? അവരുടെ ഭാഗത്ത് വീഴ്ചയുണ്ട് എന്ന് സമ്മതിക്കുന്നുണ്ടോ, അതോ അവർക്ക് വീഴ്ച പറ്റിയിട്ടില്ല എന്നാണോ പറയുന്നത്? വാർത്താക്കുറിപ്പിൽ അങ്ങനെ ഒരു കൃത്യത ഇല്ല എന്ന് തോന്നുന്നു. വിജയകുമാർ, ഈ സംഭവത്തിൽ വിലാസിനിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഗൈനക്കോളജി വിഭാഗത്തിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. അതിനിടയിലാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ ഒരു വിശദീകരണ കുറിപ്പ് പുറത്തു വരുന്നത്. ഇതിൽ സാങ്കേതികമായ കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. വിജയകുമാർ സൂചിപ്പിച്ച പോലെ തന്നെ ആശുപത്രി അധികൃതർക്ക് വീഴ്ച സംഭവിച്ചു എന്നോ സംഭവിച്ചില്ല എന്നോ പറയുന്നില്ല. ഇതിൽ എടുത്തു പറയുന്ന ഒരു കാര്യം, ശസ്ത്രക്രിയ ചെയ്യുന്നതിനിടെ കുടലിനൊരു ക്ഷതമുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. അത് ശസ്ത്രക്രിയക്ക് ഇടയിൽ സംഭവിച്ചതാണോ അതോ നേരത്തെ ഉള്ളതാണോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തമായ കാര്യം ഇതിൽ പറയുന്നില്ല. അതേസമയം രോഗിക്ക് കൃത്യമായ ചികിത്സ നൽകിയിട്ടുണ്ട് എന്ന വാദം മാത്രമാണ് ഈ വിശദീകരണ കുറിപ്പിൽ പറയുന്നത്. അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സാങ്കേതികത്വം പറഞ്ഞ് മെഡിക്കൽ കോളേജ് അധികൃതർ നിലവിൽ കൈയൊഴിയുകയാണ് എന്നാണ് പറയേണ്ടത്. ഇതിൽ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. അന്വേഷണത്തിനൊടുവിൽ മാത്രമേ വീഴ്ച സംഭവിച്ചുവോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. അതേസമയം മെഡിക്കൽ കോളേജ് പോലീസിലും കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. അതിലും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിജയകുമാർ, അങ്ങനെ ഒരു കൃത്യതയില്ലാത്ത, ഒരു വ്യക്തതയില്ലാത്ത ഒരു വിശദീകരണമാണ് പുറത്തു വന്നത്. എന്താണ് അതിൽ സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് ഒരു പക്ഷേ കൂടുതൽ അന്വേഷണം ആശുപത്രി മെഡിക്കൽ കോളേജ് നടത്തും എന്ന് നമുക്ക് കരുതാം. പോലീസിലും പരാതി എത്തിയിട്ടുണ്ട്. രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്. മലപ്പുറം തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ നിഷേധിച്ചുവെന്ന് പരാതി. വാഹനാപകടത്തിൽ പരിക്കേറ്റ AR നഗർ സ്വദേശിനി പട്ടേരി വീട്ടിൽ ഉഷയ്ക്കാണ് ചികിത്സ ലഭിക്കാതെ മടങ്ങേണ്ടി വന്നത്. വേദന ഉണ്ട് എന്ന് പറഞ്ഞിട്ടും ഡോക്ടർ ചികിത്സിക്കാൻ തയ്യാറായില്ല എന്ന് ഉഷ ആരോപിച്ചു. വാഹനാപകടത്തിൽ പരുക്കേറ്റ ഉഷയെ തിരുരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുന്നത് രാത്രി 10:49. ആശുപത്രിയിലെത്തി 25 മിനിറ്റ് കഴിഞ്ഞിട്ടും ഡോക്ടർ നോക്കാൻ തയ്യാറാവാതെ വന്നതോടെ രോഗിക്കൊപ്പം വന്നവർ ഡോക്ടറോട് തർക്കിക്കുന്നതും CCTVയിൽ കാണാം. 11:16 ചികിത്സ ലഭിക്കാതെ രോഗി ആശുപത്രി വിട്ടു. എത്തിയതിന് ശേഷം ഇവർ അങ്ങനെ ഡോക്ടറെ വിളിക്കുന്നുണ്ട്. ഞാൻ അവിടെ കിടക്കല്ലേ, അപ്പോൾ സിസ്റ്റർ വന്ന് വലിയ എന്തോ ഐസും കട്ടൊക്കെ വെച്ച് പോയി. ഇപ്പോൾ വരും പറഞ്ഞ് കുറേ നേരം കാത്തിരുന്ന്. വേദന ഉണ്ട് പറഞ്ഞു, ഭയങ്കര വേദനയായിരുന്നു. വേദന ഉണ്ടെന്നൊക്കെ കുറേ പറഞ്ഞിട്ടും ഒരു വന്നില്ല. രോഗികൾ കാത്തിരിക്കുമ്പോഴും ഡോക്ടർ പലതവണ മൊബൈൽ ഫോണിൽ സംസാരിക്കുന്നതും CCTV ദൃശ്യങ്ങളിലുണ്ട്. ചികിത്സാ നിഷേധവുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ ഇതേ ആശുപത്രിക്കെതിരെ ഉയർന്നിട്ടും ആരോഗ്യവകുപ്പ് ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്നും ആക്ഷേപമുണ്ട്. 24 തിരൂർ. കോട്ടയം ഏറ്റുമാനൂരിൽ മക്കൾക്കൊപ്പം ആത്മഹത്യ ചെയ്ത ഷൈനി വായ്പ എടുത്തത് ഭർതൃപിതാവിന്റെ ചികിത്സയ്ക്ക് എന്ന ഇടുക്കി കരിങ്കുന്നം പുലരി കുടുംബശ്രീ അംഗങ്ങൾ. തിരിച്ചടവ് മുടങ്ങിയതോടെ കേസ് നൽകിയെങ്കിലും നോബിയുടെ കുടുംബം തിരിച്ചടവിന് തയ്യാറായില്ല എന്ന് കുടുംബശ്രീ യൂണിറ്റ് പ്രസിഡന്റ് ഉഷ രാജു 24നോട് പറഞ്ഞു. കേസിൽ ഷൈനിയുടെ ഭർത്താവ് നോബി ലൂക്കോസിന്റെ ജാമ്യാപേക്ഷ ഏറ്റുമാനൂർ മജിസ്ട്രേറ്റ് കോടതി തള്ളി. പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഭർത്തൃപിതാവിന്റെ ചികിത്സയ്ക്കായി 3 ലക്ഷത്തിലധികം രൂപയാണ് ഷൈനി പുലരി കുടുംബശ്രീ യൂണിറ്റിൽ നിന്ന് വായ്പ എടുത്തത്. 9 മാസം മുമ്പ് ഭർത്തൃവീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയതോടെ തിരിച്ചടവ് മുടങ്ങി. കുടുംബശ്രീ അംഗങ്ങൾ പണം ആവശ്യപ്പെട്ടതോടെ ഭർത്താവ് നോബിയിൽ നിന്ന് വാങ്ങാൻ ഷൈനി ആവശ്യപ്പെട്ടു. എന്നാൽ പണം തിരിച്ചടക്കാൻ നോബി തയ്യാറാകാതിരുന്നതോടെ കുടുംബശ്രീ പോലീസിൽ പരാതി നൽകി. മധ്യസ്ഥ ചർച്ചയ്ക്കായി ഷൈനിയുടെയും നോബിയുടെയും കുടുംബങ്ങളെയും കുടുംബശ്രീ അംഗങ്ങളെയും പോലീസ് വിളിപ്പിച്ചെങ്കിലും പണം തിരിച്ചടക്കില്ല എന്നായിരുന്നു നോബിയുടെ നിലപാട്. 2 വണ്ടിയുണ്ട് ഷൈനിയുടെ പേർക്ക്, അത് എഴുതി കൊടുക്കാമെങ്കിൽ ഈ ലോൺ അടയ്ക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഷൈനി പറഞ്ഞു അത് പറ്റത്തില്ല, എനിക്ക് പിള്ളേർക്കും ചിലവിന് വേണം, അതില്ലാതെ ഞാൻ എഴുതി കൊടുക്കില്ല എന്ന് പറഞ്ഞു. പിന്നീടാണ് ഇത് ഇവരുടെ അച്ഛനുണ്ട്, നോബി ഒന്നും സംസാരിച്ചിട്ടില്ല. ഇവരുടെ അച്ഛൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ നാണം കെടുത്തിയിട്ട് പോകുന്നവളാണ്, കേസ് കോടതിയിലിട്ട് പോകട്ടെ എന്ന് പറഞ്ഞു. 1,26,000 രൂപയാണ് ഷൈനിയുടെ പേരിലെടുത്ത വായ്പയിൽ ഇനി തിരിച്ചടയ്ക്കാനുള്ളത്. ഷൈനി മരിച്ചതോടെ വായ്പാ തുക എങ്ങനെ തിരികെ ലഭിക്കുമെന്നറിയാതെ പ്രതിസന്ധിയിലാണ് പുലരി കുടുംബശ്രീ യൂണിറ്റ്. 24 ഇടുക്കി. എറണാകുളം മാമലക്കണ്ടം എളംപ്ലാശ്ശേരിയിൽ ആദിവാസി യുവതിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മായ എന്ന യുവതിയാണ് മരിച്ചത്. യുവതിയെ തലക്കടിച്ച് കൊലപ്പെടുത്തി എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. സംഭവത്തിൽ ഭർത്താവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റി. പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ കേസുകളിൽ സായിഗ്രാമം എക്സിക്യൂട്ടീവ് ഡയറക്ടർ KN അനന്തകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തും.
മുഖ്യപ്രതി അനന്തു കൃഷ്ണന്റെ മൊഴി, ബാങ്ക് ഇടപാട് രേഖകൾ എന്നിവയാണ് പ്രധാന തെളിവുകൾ. കേസുമായി ബന്ധപ്പെട്ട് BJP നേതാവ് AN രാധാകൃഷ്ണന്റെ മൊഴി രേഖപ്പെടുത്തും. നിലവിൽ മൂവാറ്റുപുഴയിൽ രജിസ്റ്റർ ചെയ്ത കേസന്വേഷണത്തിന്റെ ഭാഗമായാണ് ആനന്ദകുമാറിന്റെ അറസ്റ്റ്. 15-ലധികം കേസുകളിൽ പ്രതിയാണ്. ഈ കേസുകളിലെല്ലാം അറസ്റ്റ് രേഖപ്പെടുത്തും. നിലവിൽ ആശുപത്രിയിലാണ് ആനന്ദകുമാർ ഉള്ളത്. കേസന്വേഷണം നിർണായക ഘട്ടത്തിലാണ്. കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രമുഖരുടെ മൊഴി രേഖപ്പെടുത്തും. 2ാം ഘട്ടത്തിലാകും മൊഴിയെടുക്കുക. AN രാധാകൃഷ്ണന്റെ സയൻസ് സൊസൈറ്റി അനന്തു കൃഷ്ണന് 42 കോടി കൈമാറിയിരുന്നു. ഇതിന്റെ വിശദാംശങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചറിയും. ആനന്ദകുമാറിന്റെ ആരോഗ്യസ്ഥിതി പരിഗണിച്ചു മാത്രമേ എറണാകുളത്തേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിൽ അന്വേഷണ സംഘം തീരുമാനമെടുക്കൂ. വിഷ്ണു സുരേഷ്, 24, കൊച്ചി. അതേസമയം പതിവില തട്ടിപ്പ് കേസിൽ സായിഗ്രാമം എക്സിക്യൂട്ടീവ് ഡയറക്ടർ KN ആനന്ദകുമാർ റിമാൻഡിൽ എന്ന വിവരം ഇപ്പോൾ വരുന്നുണ്ട്. മൂവാറ്റുപുഴ സബ് ജയിലിലേക്കാണ് റിമാൻഡ് ചെയ്തത്. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും. ഷഫീദ്, ഈ ആനന്ദകുമാറിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ആശുപത്രിയിലേക്കൊക്കെ മാറ്റിയിരുന്നു. ഡിസ്ചാർജ് ചെയ്ത ശേഷം ഇപ്പോൾ ജയിലിലേക്ക് മാറ്റാനാണോ മജിസ്ട്രേറ്റിന്റെ തീരുമാനം, കോടതിയുടെ തീരുമാനം? നിലവിൽ ഇപ്പോൾ അങ്ങനെയാണ് തിരുവനന്തപുരം ACJM അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി തീരുമാനമെടുത്തിട്ടുള്ളത്. KN ആനന്ദകുമാറിനെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. മൂവാറ്റുപുഴ സബ് ജയിലിലേക്കാണ് റിമാൻഡ് ചെയ്തിട്ടുള്ളത്. ഇടക്കാല ജാമ്യം എന്നുള്ള ആവശ്യം അതടക്കമുള്ള കാര്യങ്ങളിൽ അനുവദിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടാണ് കോടതി എടുത്തിട്ടുള്ളത്. ഈ മാസം 26-ാം തീയതി വരെയാണ് റിമാൻഡ് കാലാവധി. 26-നകം മൂവാറ്റുപുഴ കോടതിയിൽ ഹാജരാക്കണം എന്നുള്ള നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. ചികിത്സ സംബന്ധിച്ച കാര്യം മൂവാറ്റുപുഴ ജയിൽ സൂപ്രണ്ടിന് തീരുമാനിക്കാം എന്നുള്ള കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട തിരുവനന്തപുരം ACJM കോടതി നിലപാടായി എടുത്തിട്ടുണ്ട്, അറിയിച്ചിട്ടുണ്ട്. വിജയകുമാർ. KN ആനന്ദകുമാറിനെ മൂവാറ്റുപുഴ സബ് ജയിലിലേക്ക് മാറ്റും. കോടതിയും റിമാൻഡ് ചെയ്യാൻ ഉത്തരവിട്ടിട്ടുണ്ട്. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. ആറ്റുകാൽ പൊങ്കാലയ്ക്കൊരുങ്ങി തലസ്ഥാനം. കടുത്ത ചൂടിലും ആയിരക്കണക്കിന് സ്ത്രീകളാണ് തിരുവനന്തപുരത്തേക്ക് എത്തുന്നത്. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു. പൊങ്കാലയോടനുബന്ധിച്ച് കർശന സുരക്ഷയാണ് പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇനിയൊരു നാൾ. തലസ്ഥാനം ഇതിനോടകം ഭക്തരാൽ നിറഞ്ഞു. നഗരത്തിലെങ്ങും പൊങ്കാല സാമഗ്രികൾ വിൽക്കുന്നവർ മാത്രം. ക്ഷേത്രത്തിനു മുന്നിൽ പുലർച്ചെ മുതൽ ദർശനത്തിനായി സ്ത്രീകളുടെ നീണ്ട വരി. പഴുതടച്ച സുരക്ഷ ഉറപ്പാക്കാൻ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. അയൽ ജില്ലകളിൽ നിന്നുൾപ്പെടെയുള്ള 3800 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഡ്യൂട്ടിക്കായി വിന്യസിച്ചിട്ടുള്ളത്. 100 CCTV ക്യാമറകളാണ് നഗരത്തിലും ക്ഷേത്രത്തിലുമായി സ്ഥാപിച്ചത്. നഗരത്തിലെ 847 ക്യാമറകളും സ്മാർട്ട് സിറ്റി കൺട്രോൾ റൂമുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. 6 ഡ്രോണുകളും പുരുഷ വനിതാ പോലീസുകാർ മഫ്തിയിലും നിരീക്ഷണത്തിലുണ്ടാകും. ക്ഷേത്ര പരിസരത്ത് താൽക്കാലിക കൺട്രോൾ റൂം തുറന്നു. വാഹന പരിശോധനയ്ക്കായി 32 പിക്കറ്റ് പോസ്റ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കൂടാതെ 5 ബൈക്ക് പട്രോളിംഗ് യൂണിറ്റും 14 ഇലക്ട്രിക് റോവറുകളും മുഴുവൻ സമയവും നഗരത്തിൽ റോന്തു ചുറ്റും. തീപിടുത്ത സാധ്യത കണക്കിലെടുത്ത് 500 അഗ്നിരക്ഷാ സേനാംഗങ്ങളെയും വാഹനങ്ങളെയും വിന്യസിച്ചിട്ടുണ്ട്. അന്നദാനത്തിന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഭക്ഷണം വിളമ്പി തുടക്കം കുറിച്ചു. തിരുവനന്തപുരം. ഇപ്പോൾ ക്ഷേത്ര പരിസരത്ത് നിന്ന് ശ്രീകാന്ത് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീകാന്ത്, ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായല്ലോ. ഇന്നലെ മുതൽ തന്നെ അവിടെ വലിയ തിരക്കായിരുന്നു തലസ്ഥാനത്ത്. എന്താണ് പുതിയ വിവരങ്ങൾ? ഭക്തരൊക്കെ അവർക്ക് ലഭിച്ചിരിക്കുന്ന അല്ലെങ്കിൽ പൊങ്കാല അർപ്പിക്കാൻ ലഭിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ടോ ഇപ്പോൾ തന്നെ? വിജയകുമാർ, മുൻകാലങ്ങളെ അപേക്ഷിച്ച് അഭൂതപൂർവമായ തിരക്ക് ഈ ക്ഷേത്രത്തിൽ ഇത്തവണ ഈ പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ച് കാണാനുണ്ട്. ഈ നട്ടുച്ച സമയത്തും ദർശനത്തിന് വേണ്ടി സ്ത്രീകളുടെ വലിയ നിര നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്താണ്. അവിടെയാണ് ഈ ദർശനത്തിന് വേണ്ടി ഈ നട്ടുച്ച സമയത്തും സ്ത്രീകൾ ധാരാളം പേർ ഇവിടേക്ക് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. തമ്പാനൂർ കിഴക്കേക്കോട്ട ഉൾപ്പെടെയുള്ള നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും കഴിഞ്ഞ നാളുകളെ അപേക്ഷിച്ച് തിരക്ക് കൂടുതലാണ്. നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥരോടൊക്കെ സംസാരിച്ചിരുന്നു. ആ ഘട്ടത്തിൽ അവരെല്ലാം പറയുന്നതും അതുതന്നെയാണ്. വലിയ തിരക്ക് അനുഭവപ്പെടുന്നു എന്നുള്ളത്. നാളത്തെ ചടങ്ങുകളിലേക്ക് വരികയാണെങ്കിൽ വിജയകുമാർ, ആ ചടങ്ങുകൾ പ്രധാനമായും ഉള്ളത് ഇപ്രകാരമാണ്. അത് നമ്മുടെ ഒരു ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട്. ആറ്റുകാൽ ക്ഷേത്ര പരിസരത്ത് നിന്ന്, ക്ഷേത്രത്തിന് മുന്നിൽ നിന്നാണ് ശ്രീകാന്ത് ചേർന്നത്. ക്ഷേത്രത്തിൽ വലിയ ഭക്തജനത്തിരക്ക്. 6:05 ദീപാരാധന, 6:40 ഉഷപൂജ, ദീപാരാധന 8:30 പന്തീരടി പൂജയും ദീപാരാധനയും നടക്കും. 9:45 ശുദ്ധപുണ്യാഹത്തോടെ ചടങ്ങുകളിലേക്കാണ് പോകുന്നത്. അത് 10:15 അടുപ്പ് വെട്ടും പൊങ്കാലയും നടക്കുക. വിജയകുമാർ, ഏറ്റവും
പ്രസിദ്ധമായ ചരിത്ര പ്രസിദ്ധമായ പൊങ്കാല നാളെ 10:15 അടുപ്പുവെട്ടും പൊങ്കാലയും നടക്കും. ഉച്ചയ്ക്ക് 1:15 ഉച്ചപൂജയും പൊങ്കാല നിവേദ്യവും ദീപാരാധനയും നടക്കുന്നതോടുകൂടി പൊങ്കാല മഹോത്സവത്തിന് പ്രധാനപ്പെട്ട ചടങ്ങിന് അവസാനമാകും. നമുക്കറിയാം ഏതാണ്ട് 7 ദിവസത്തിലധികമായി ഉത്സവ ചടങ്ങുകൾ നടക്കുന്നുണ്ട്. അതിൽ ഇത്രയും ദിവസവും വലിയ തിരക്ക് ക്ഷേത്രത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർ വളരെ നന്നേ പാടുപെട്ട് ഈ തിരക്ക് നിയന്ത്രിച്ചു വിടുന്നുണ്ട്. ഇത്തവണത്തെ ഒരു പ്രത്യേകത ഇവിടെ വന്നപ്പോൾ തോന്നിയത് ഒരല്പം മഴ ഇടവിട്ട് പെയ്തിരുന്നു, ചാറ്റൽ മഴയൊക്കെ പെയ്തിരുന്നു. അതിനാൽ തന്നെ ഒരു അന്തരീക്ഷം വലിയ പ്രശ്നമില്ല, വലിയ ചൂടില്ലാത്ത സാഹചര്യമുണ്ട്. അത് ക്ഷേത്ര പരിസരത്ത് നിന്നാണ് ശ്രീകാന്ത് ചേർന്നത്, വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. നാളെ രാവിലെ ഏതാണ്ട് 9:45 മുതൽ ഈ പൊങ്കാലയുടെ ചടങ്ങുകൾ തുടങ്ങും. അതിനു മുമ്പ് വരെ ക്ഷേത്രത്തിലെ പതിവ് ചടങ്ങുകൾ 9:45 മുതൽ ഈ പൊങ്കാല നിവേദ്യം വരെ തുടർച്ചയായി ക്ഷേത്രത്തിൽ അതുമായി ബന്ധപ്പെട്ട പ്രത്യേക ചടങ്ങുകളായിരിക്കും നടക്കുക. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയെ വിമർശിച്ച കർഷകന്റെ പ്രതികരണം സംപ്രേഷണം ചെയ്തതിന്റെ പേരിൽ മാധ്യമപ്രവർത്തകയും ഭർത്താവും അറസ്റ്റിൽ. പൾസ് ന്യൂസ് ബ്രേക്ക് എഡിറ്റർ രേവതി പുടകാനന്ദയെയും ഭർത്താവ് ചൈതന്യയെയും പുലർച്ചെ വീട് വളഞ്ഞാണ് അറസ്റ്റ് ചെയ്തത്. സംഭവത്തിൽ കോൺഗ്രസിനെതിരെ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത്. പുലർച്ചെയാണ് മാധ്യമപ്രവർത്തകയുടെ ഹൈദരാബാദിലെ വീട് വളഞ്ഞ് പോലീസ് നടപടി. 12ഓളം പോലീസുകാർ സംഘത്തിലുണ്ടായിരുന്നു. രേവതിയെയും ഭർത്താവ് ചൈതന്യയെയും അറസ്റ്റ് ചെയ്യുന്നതായി പോലീസ് അറിയിച്ചു. മറ്റൊരു സഹപ്രവർത്തകയും അറസ്റ്റിലായിട്ടുണ്ട്. രേവതിയുടെ ലാപ്ടോപ്പും മൊബൈലും പിടിച്ചെടുത്തു. ഓഫീസ് സീൽ ചെയ്തു. മാധ്യമപ്രവർത്തകരുടെ അറസ്റ്റിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. രാഹുൽ ഗാന്ധിയെ അടക്കം ടാഗ് ചെയ്ത് സമൂഹ മാധ്യമങ്ങളിൽ പ്രതിഷേധം അറിയിച്ച് മുതിർന്ന മാധ്യമപ്രവർത്തകർ തന്നെ രംഗത്തെത്തി. ഇതാണോ കോൺഗ്രസിന് മാധ്യമങ്ങളോടുള്ള സമീപനമെന്നാണ് ചോദ്യം. അടിയന്തരാവസ്ഥ കാലത്തെ ഓർമ്മിപ്പിക്കുന്നുവെന്നും ഒരു കർഷകന്റെ കഷ്ടപ്പാടുകൾ ചൂണ്ടിക്കാട്ടിയതിന് മാധ്യമപ്രവർത്തകരെ അറസ്റ്റ് ചെയ്തത് എന്തിനെന്നും BRS നേതാവ് KT രാമറാവുവും ചോദിക്കുന്നു. 24 മുംബൈ. നാട്ടിലിറങ്ങുന്ന വന്യജീവികളെ വെടിവെച്ച് കൊല്ലുന്നതിനെ ചൊല്ലി വനം വകുപ്പും ചക്കിട്ടപ്പാറ പഞ്ചായത്ത് ഭരണസമിതിയും തമ്മിൽ വലിയ തർക്കം. വനം വകുപ്പ് നിലപാടിനെതിരെ ജനങ്ങളെ അണിനിരത്തി പ്രതിരോധിക്കുമെന്നാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ നിലപാട്. വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാമെന്നായിരുന്നു ഭരണസമിതിയുടെ നേരത്തെ എടുത്ത തീരുമാനം. നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാനുള്ള പഞ്ചായത്തിന്റെ തീരുമാനം ഭരണഘടനാ വിരുദ്ധമെന്നാണ് വനം വകുപ്പിന്റെ നിലപാട്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് ജി കൃഷ്ണൻ വനം അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചത്. ഉപദ്രവകാരികളായ പന്നികളെ വെടിവെച്ചു കൊല്ലാൻ പ്രസിഡന്റിന് നൽകിയ ഓണററി വൈൽഡ് ലൈഫ് വാർഡൻ അധികാരം റദ്ദാക്കാനും കത്തിൽ ശുപാർശ ചെയ്യുന്നു. എന്നാൽ ഇതിന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അധികാരമില്ലെന്ന് ചക്കിട്ടപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് K. സുനിൽ. വനം വകുപ്പിന്റെ നീക്കത്തിനെതിരെ പ്രക്ഷോഭം സംഘടിപ്പിക്കും. ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നാട്ടിലിറങ്ങി ജനവാസ കേന്ദ്രങ്ങളിൽ ജനങ്ങൾക്ക് ഭീഷണിയാവുന്ന വന്യജീവികളെ വെടിവെച്ചു കൊല്ലുന്നുള്ള തീരുമാനം ഏതെങ്കിലും വികാരപരമായി എടുത്ത തീരുമാനം. സംസ്ഥാന മന്ത്രിസഭയാണ് ഈ അധികാരം കൈമാറിയത്. ആ അധികാരം ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടൊരു ശുപാർശ കൊടുക്കുന്നത് തന്നെ നിയമവിരുദ്ധമാണ്. ഈ തീരുമാനമെടുത്ത ഗ്രാമപഞ്ചായത്തുകളെ വേട്ടയാടാനുള്ള ഉദ്യോഗസ്ഥന്മാരുടെ തീരുമാനത്തെ കേരള ഹൈക്കോടതി വെച്ച് നേരിടും. നാട്ടിലിറങ്ങുന്ന വന്യജീവികളെ കൊല്ലാൻ 20 പേരടങ്ങുന്ന എംപാനൽ ഷൂട്ടർമാരെ നിയോഗിക്കാൻ കഴിഞ്ഞയാഴ്ചയാണ് ചക്കിട്ടപ്പാറ പഞ്ചായത്ത് ഭരണസമിതി യോഗം ചേർന്ന് തീരുമാനമെടുത്തത്. തുടർ നടപടികൾ ചർച്ച ചെയ്യാൻ നാളെ വീണ്ടും ഭരണസമിതി യോഗം ചേരാനിരിക്കെയാണ് വനം വകുപ്പിന്റെ നടപടി. 24 കോഴിക്കോട്. ചോറ്റാനിക്കര മകം തൊഴിൽ ചടങ്ങിനായി ക്ഷേത്രനട അടച്ചു. 2 മണിയോടെ മകം തൊഴിലിനായി നട തുറക്കും. ചോറ്റാനിക്കര ദേവിയുടെ ദർശനത്തിനായി ലക്ഷക്കണക്കിന് ഭക്തരാണ് അവിടെ കാത്തു നിൽക്കുന്നത്. രാത്രി 9:30 വരെയാണ് ദർശനമുണ്ടാവുക. ചോറ്റാനിക്കരയിൽ നിന്ന് സൂര്യശ്രീ വിവരങ്ങൾ നൽകും. സൂര്യശ്രീ, അല്പസമയത്തിനകം എന്ന് വെച്ചാൽ കഷ്ടിച്ച് അരമണിക്കൂർ മാത്രമേ ബാക്കിയുള്ളൂ നട തുറക്കാൻ 2 മണിക്ക്. അപ്പോൾ വലിയ തിരക്കായിരിക്കുമല്ലോ. എങ്ങനെയാണ് ക്രമീകരണങ്ങൾ, മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? വിജയകുമാർ, സർവ്വ ഭക്തി സാന്ദ്രം എന്ന് തന്നെ പറയാം. ചോറ്റാനിക്കര ദേവീക്ഷേത്ര നടയിൽ അല്പസമയത്തിനകം മകം തൊഴിലിനായി ക്ഷേത്രം നട തുറക്കുന്നതാണ്. കൃത്യം 1 മണിയോടുകൂടി പൂജകൾക്കായി ക്ഷേത്രം അടച്ചു. അതിനുശേഷം ആടയാഭരണങ്ങളെല്ലാം അണിയിച്ച് സർവാഭരണ വിഭൂഷിതയായി ദേവിയെ ഇന്ന് ദർശിക്കാനാകുമെന്നാണ് മകം തൊഴിൽ ചടങ്ങിന്റെ ഈ ഒരു ഐതിഹ്യമെന്ന് തന്നെ പറയുന്നത്. വില്യമംഗലം സ്വാമിയാരെ സർവാഭരണ വിഭൂഷിതയായി ദേവി പ്രത്യക്ഷപ്പെട്ട ഈ ഒരു ദിവസത്തിന്റെ ഓർമ്മ പുതുക്കലോട് അനുബന്ധിച്ചാണ് ചോറ്റാനിക്കരയിൽ മകം തൊഴിൽ ചടങ്ങ് വർഷാവർഷം നടത്തുന്നത്.
ചോറ്റാനിക്കരമ്മയെ ഇത്തരത്തിൽ വൈഷ്ണവ ചൈതന്യത്തോടു കൂടി ദർശിക്കാനായിട്ട് ലക്ഷക്കണക്കിനധികം ഭക്തരാണ് ഇന്ന് അമ്പലത്തിൽ എത്തിയിരിക്കുന്നത്. രാവിലെ 3 മണി മുതൽ തന്നെ ക്യൂകളിൽ ആളുകൾ ഇടം പിടിച്ചിരുന്നു. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സ്ത്രീകളടക്കമുള്ള ആളുകളൊക്കെ തന്നെ നേരത്തെ ക്യൂകളിൽ സ്ഥാനം പിടിച്ചിരുന്നു. നിലവിലിപ്പോൾ ഭക്തരെ ക്ഷേത്രത്തിനകത്തെ ക്യൂകളിലേക്ക് കയറ്റി തുടങ്ങി. കൃത്യം 2 മണിയോടുകൂടിയാണ് തെയ്വിളക്കിൽ തിരി തെളിയിച്ച ശേഷം ചോറ്റാനിക്കര മകം തൊഴൽ ചടങ്ങിനായിട്ടുള്ള നട തുറക്കുക. രാത്രി 9:30 വരെയാണ് ഇത്തരത്തിൽ ഈ ഒരു ദർശനമുണ്ടാകുക. സർവാഭരണ വിഭൂഷിതയായി വൈഷ്ണവ ചൈതന്യത്തോടെ ചോറ്റാനിക്കര ദേവിയെ ദർശിക്കാനാകും എന്നതാണ് ഈ ഒരു ദിവസത്തിന്റെ പ്രത്യേകത. സാധാരണ ദിവസങ്ങളിൽ ഇടത് കൈയിലാണ് ദേവി ഈ തങ്കഗോളകൾ ചാർത്തുന്നതെങ്കിൽ ഈ ഒരു ദിവസം ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അനുസരിച്ച് വലത് കൈയിൽ ദേവിയെ തങ്കഗോളകൾ അണിയിച്ച് സർവാഭരണ വിഭൂഷിതയോടുകൂടി സർവ്വ ചൈതന്യത്തോടുകൂടി ദേവിയെ ഇന്ന് ദർശിക്കാനാകുമെന്നാണ്. ഒരു വർഷത്തെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ സർവ്വവും ദേവിയിൽ സമർപ്പിക്കുന്നതിന് വേണ്ടിയായി ശരണമന്ത്രങ്ങളോടുകൂടിയാണ് ഇത്തരത്തിൽ ഭക്തരെല്ലാം തന്നെ ഇവിടെ കാത്തിരിക്കുന്നത്. സ്ത്രീ പുരുഷ ഭേദമന്യേ സാധാരണ സ്ത്രീകളുടെ ഉത്സവം എന്നാണ് മകം തൊഴൽ അറിയപ്പെടുന്നതെങ്കിലും സ്ത്രീ പുരുഷ ഭേദമന്യേ ഇത്തരത്തിൽ ഈ അമ്പലനടയിലേക്ക് വരുന്നത് കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. ഭക്തർക്കായി കുടിവെള്ളവും ലഘുഭക്ഷണവും ഒക്കെ തന്നെ സംഘാടകർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. കടുത്ത ചൂട് ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പൊക്കെ ഉണ്ടായെങ്കിലും ഈ ചൂടിനെയെല്ലാം ഭക്തരുടെ അവഗണിച്ച് അല്ലെങ്കിൽ അതിന് അവരുടെ ഭക്തി ഈ ചൂടിനൊന്നും ഒരു ഭാഗമല്ല എന്ന് തെളിയിച്ചുകൊണ്ടാണ് ലക്ഷോപലക്ഷം ആളുകളാണ് ഭക്തരാണ് ക്ഷേത്ര സന്നിധിയിലേക്ക് വരുന്നത്. ഈ ഒരു ഐതിഹ്യം വില്യമംഗലം സ്വാമിയാർക്ക് മുന്നിൽ വൈഷ്ണവ ചൈതന്യത്തോടെ സർവ്വസ്വരൂപിണിയായി ചോറ്റാനിക്കര ദേവി പ്രത്യക്ഷപ്പെട്ട ഈ ഒരു ദിവസത്തെ തങ്ങൾക്ക് മുന്നിൽ തങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റാൻ പ്രാർത്ഥനയോടുകൂടിയാണ് ജനങ്ങൾ കാത്തിരിക്കുന്നത്. നമുക്ക് ഭക്തരുടെ എന്താണ് അവരുടെ ഭക്തരുടെ ഇതിലേക്ക് കിടക്കാം. ചേച്ചി എവിടെ നിന്ന് എത്തുന്നത്? കൊടുങ്ങല്ലൂർ. എല്ലാ വർഷവും വരാറുണ്ടോ? വരാറുണ്ട്. അമ്മ ഞങ്ങൾക്ക് ഇവിടെ വരുമ്പോ നല്ലൊരു പുണ്യമാണ് കിട്ടണം. ആഗ്രഹമൊക്കെ ഞങ്ങളെ കുറച്ച് സാധിച്ചിട്ടുണ്ട്. വിജയകുമാർ, ഇത്തരത്തിൽ തന്നെ നിലവിൽ വർഷങ്ങളായുള്ള ആളുകളുടെ ഈ ഒരു ആഗ്രഹ സഫലീകരണം അഭീഷ്ട കാര്യസിദ്ധിക്കായൊക്കെ തന്നെയാണ് ആളുകൾ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തുന്നത്. ഒരുപക്ഷെ ഈ ഒരു ആഗ്രഹം നടന്നതിന് ശേഷം അതിന്റെ സന്തോഷം ദേവിയെ അറിയിക്കുന്നതിന് കൂടിയും ഇത്തരത്തിൽ ഭക്തരയ്ക്കും നിലവിലെ ശരണമന്ത്രങ്ങളെല്ലാം തുടങ്ങി അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ മന്ത്രധ്വനികളെല്ലാം ഈ ക്ഷേത്ര പരിസരത്തെ ഭക്തി സാന്ദ്രമാക്കുകയാണ്. നിലവിൽ നമുക്ക് കാണാം പടിഞ്ഞാറൻ നടയിൽ നിന്നാണ് സ്ത്രീകളെയൊക്കെ തന്നെ കയറ്റിവിടുന്നതെങ്കിൽ വടക്കൻ നടയിൽ നിന്നാണ് പുരുഷന്മാരെയും മറ്റു കുടുംബമായി എത്തുന്നവരെയൊക്കെ തന്നെ കടത്തിവിടുന്നത്. സൂര്യശ്രീ 2 മണിക്കാണ് ക്ഷേത്രനട തുറക്കുന്നത്. അത് കഴിഞ്ഞാൽ രാത്രി 9:30 വരെ തുടർച്ചയായി ചോറ്റാനിക്കരയിൽ ദർശനമുണ്ടാകും. ലക്ഷക്കണക്കിന് ഭക്തരാണ് അവിടെ കാത്തു നിൽക്കുന്നത്. സൂര്യശ്രീയാണ് വിവരങ്ങൾ നൽകിയത് ക്ഷേത്രത്തിൽ നിന്ന്. CPM സംസ്ഥാന കമ്മിറ്റിയിലേക്ക് പരിഗണിക്കാത്തതിൽ പരസ്യ പ്രതിഷേധമുയർത്തിയ എ പത്മകുമാറിനെതിരായ നടപടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിക്കും. ഇന്ന് ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗം വിഷയം ചർച്ച ചെയ്തില്ല. വി ജയശങ്കർ വിവരങ്ങൾ നൽകും പത്തനംതിട്ടയിൽ നിന്ന്. ജയശങ്കർ, ഇക്കാര്യത്തിൽ നേരത്തെ ഉപരി കമ്മിറ്റി പ്രതിനിധികൾ ഇന്ന് പങ്കെടുക്കുന്നത് കൊണ്ട് ഒരുപക്ഷെ വേണമെങ്കിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വന്നേക്കാമെന്ന് പത്മകുമാർ തന്നെ പറയുന്നുണ്ടായിരുന്നു. ആ യോഗത്തിലേക്ക് പോകുമ്പോൾ എന്താണ് ഇന്നത്തെ യോഗത്തിൽ സംഭവിച്ചത്? അതായത് വിജയകുമാർ, ഇന്ന് നേരത്തെ തീരുമാനിക്കപ്പെട്ട ഒരു യോഗമായിരുന്നു. മുൻകൂട്ടി യോഗത്തിൻ്റെ അജണ്ടകൾ ഉൾപ്പെടെ നിശ്ചയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗം പത്മകുമാറുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, ആ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. 14-ാം തീയതി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്നുകൊണ്ട് ഈ വിഷയം പരിഗണിക്കും. ഏത് തരത്തിലുള്ള അച്ചടക്ക നടപടി വേണം, എന്ത് നടപടി വേണം എന്ന വിഷയം 14-ാം തീയതി ചേരുന്ന CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിക്കും. അതിനുശേഷമായിരിക്കും നടപടി, ഇക്കാര്യത്തിൽ എന്ത് നടപടി വേണമെന്ന് തീരുമാനമെടുത്ത് ഈ ജില്ലയുടെ പ്രതിനിധികളെ കൂടി തീരുമാനിക്കുക. ജില്ലാ പ്രതിനിധികൾ പത്തനംതിട്ടയിൽ എത്തിയ ശേഷമായിരിക്കും വീണ്ടും കമ്മിറ്റി ചേർന്നായിരിക്കും ആ നടപടി നടപ്പിലാക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകുക. എന്തായാലും നിലവിൽ പത്മകുമാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഈ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ചർച്ച ചെയ്തില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു തരത്തിലുള്ള ചർച്ചയും ഈ യോഗത്തിൽ ഉണ്ടായില്ല. മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട അജണ്ട പ്രകാരമുള്ള ചർച്ചകൾ മാത്രമാണുള്ളത്. എന്തായാലും ഈ പത്മകുമാറിൻ്റെ വിവാദ പരാമർശവും പിന്നാലെ അദ്ദേഹം തെറ്റേറ്റു പറയുന്നതൊക്കെ ഈ വിഷയമെല്ലാം തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പരിഗണിക്കും. സംസ്ഥാന സെക്രട്ടേറിയറ്റ് 14-ാം തീയതി ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിലായിരിക്കും ഇത് സംബന്ധിച്ച കൂടുതൽ തീരുമാനങ്ങൾ ഉണ്ടാവുക. അതിനുശേഷം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്ത് എന്ത് നടപടി വേണമെന്ന് തീരുമാനിക്കും. അതിനുശേഷമായിരിക്കും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു നടപടിയിലേക്ക്, പാർട്ടി നടപടിയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. എന്തായാലും കാര്യങ്ങൾ ജില്ലാ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റിക്ക് ഇട്ടിരിക്കുന്നു. ഇനി സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ടത്. വിജയകുമാർ. ഇന്ന് ചേർന്ന പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗം, CPM ജില്ലാ കമ്മിറ്റി യോഗം ഈ വിഷയം ചർച്ച ചെയ്തില്ല. സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആയിരിക്കും ഇക്കാര്യത്തിൽ ചർച്ചകൾ നടത്തി തീരുമാനമെടുക്കുക എന്നാണ് വി ജയശങ്കർ റിപ്പോർട്ട് ചെയ്യുന്നത് പത്തനംതിട്ടയിൽ നിന്ന്. ഛത്തീസ്ഗഡിൽ നടക്കുന്ന ദേശീയ മൗണ്ടൈൻ സൈക്ലിംഗിൽ കരുത്തു കാട്ടാൻ ഇടുക്കി അണക്കര സ്വദേശി അഖിൽ ഗിരീഷും ഇത്തവണ ഉണ്ടാകും.
സൈക്കിൾ ഇല്ലാത്തതിനാൽ ദേശീയ മത്സരത്തിൽ പങ്കെടുക്കാനാകില്ല എന്ന അഖിലിന്റെ ആശങ്ക 24 പരിഹരിച്ചു. 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായരും അമേരിക്കയിലുള്ള ജോർജ് ജോൺ കല്ലൂരും ചേർന്നാണ് അഖിലിന്റെ സൈക്കിൾ എന്ന സ്വപ്നം സാക്ഷാത്കരിച്ചത്. നാഷണലിലേക്ക് പോകാൻ വേണ്ടി നല്ലൊരു സൈക്കിൾ ഇല്ലാത്തതിനാൽ എൻ്റെ നാഷണൽ 4 നാഷണലും മുടങ്ങിപ്പോയി. നാഷണലിൽ മത്സരിക്കാൻ സാധിക്കുന്ന ലെവലിലുള്ള ഒരു സൈക്കിൾ കൂടി വാങ്ങുക എന്ന് പറയുമ്പോൾ എന്നെ കൊണ്ട് സാധ്യമല്ലാതെ വരുന്നതുകൊണ്ട് ഞങ്ങളൊരു സ്പോൺസറെക്കുറിച്ച് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അഖിലിന്റെ ഈ സങ്കട വാക്കുകൾ 24 ഏറ്റെടുത്തു. സൈക്കിൾ വാങ്ങി നൽകുമെന്ന ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ ഉറപ്പു നൽകി. ഇവർ ദേശീയ മൗണ്ടൻ സൈക്ലിംഗ് ക്യാമ്പിലേക്ക് പോകട്ടെ, മീറ്റിൽ പങ്കെടുത്തോട്ടെ. അപ്പോൾ നിങ്ങൾ അവിടെ പോയി കരുത്ത് കാണിക്കണം. പക്ഷേ ഒരു കാര്യമുണ്ട്, സമ്മാനം വാങ്ങിച്ചേ വരാവൂ കേട്ടോ. സമ്മാനമൊക്കെ വാങ്ങിച്ചു വന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. സമ്മാനം കിട്ടിയില്ലെങ്കിലും നമ്മൾ അടുത്ത തവണ നോക്കാം. പക്ഷെ എന്തായാലും നിങ്ങൾക്ക് സൈക്കിൾ വാങ്ങിത്തരും. ആ ഉറപ്പ് യാഥാർത്ഥ്യമായ ദിവസമാണെന്ന് അഖിലിന് 24 എക്സിക്യൂട്ടീവ് എഡിറ്റർ KR ഗോപികൃഷ്ണൻ സൈക്കിൾ കൈമാറി. അഖിൽ, അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ് വിഷസ് ടു യു. ഓക്കേ. അഖിലും കുടുംബവും സന്തോഷം പങ്കുവച്ചു. വളരെയധികം സന്തോഷമുണ്ട്. 24 ന്യൂസിനോടും അതുപോലെ ശ്രീകണ്ഠൻ നായർ സാറിനോടും ജോർജ് സാറിനോടും എല്ലാവരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. എൻ്റെ മക്കളുടെ ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു സൈക്കിൾ കിട്ടുക എന്നുള്ളത്. അത് ശ്രീകണ്ഠൻ സാറിൻ്റെ ഒരു മനസ്സുകൊണ്ട് ഞങ്ങളുടെ സാധാരണക്കാരുടെ ഹൃദയം തൊട്ടറിഞ്ഞ് ഞങ്ങൾക്ക് ഇത് തന്നതിന് ഒരുപാട് നന്ദി. ചാനൽ കുടുംബത്തിനോട് ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങൾക്ക്. വൈറ്റിലയിലെ യുണൈറ്റഡ് ബൈസിക്കിളാണ് അത്യാധുനിക സൈക്കിൾ അസംബിൾ ചെയ്ത് നൽകിയത്. 24-നും ഇത് അഭിമാന നിമിഷം. നമ്മുടെ ചാമ്പ്യനെ പ്രതീക്ഷിക്കുന്നു. അഖിലിന് എല്ലാ ബെസ്റ്റ് വിഷസും 24 നേരുകയാണ്. അഖിൽ ഇതിലൊരു ചാമ്പ്യനായി വരട്ടെ. അതുപോലെ തന്നെ ഇനി അങ്ങോട്ട് അഖിലിന് ഒരു നല്ല ഭാവി നമ്മൾ കാണുന്നുണ്ട്. 28-നാണ് അഖിൽ ദേശീയ മൗണ്ടൻ സൈക്ലിംഗിൽ പങ്കെടുക്കാൻ പോകുന്നത്. 24 കൊച്ചി. ഇപ്പോൾ വരുന്ന ഒരു റിപ്പോർട്ടിലേക്ക്. 22 വർഷം മുൻപ് ഹെലികോപ്റ്റർ തകർന്ന് നടി സൗന്ദര്യ മരിച്ച സംഭവം കൊലപാതകമെന്ന് പോലീസിൽ പരാതി. നടൻ മോഹൻ ബാബുവിനെതിരായി ഖമ്മം സ്വദേശിയായ ചിട്ടി മല്ലു എന്നയാൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങൾ നൽകും മുംബൈയിൽ നിന്ന്. ശ്രീനാഥ്, 22 വർഷത്തിന് ശേഷം, 2 പതിറ്റാണ്ടിന് ശേഷം ഇത് ഒരു കൊലപാതകമെന്ന് ഈ പരാതിക്കാരൻ പറയുന്നതിന്റെ പശ്ചാത്തലം, അടിസ്ഥാനം എന്താണ് ശ്രീനാഥ്? എന്തെങ്കിലും കൃത്യമായ എവിഡൻസ്, തെളിവുകൾ വെച്ചല്ല ഇങ്ങനെ ഒരു ആരോപണം ഇപ്പോൾ ഉയർന്നു വരുന്നത് എന്നതാണ് നമ്മളിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയപ്പോൾ മനസ്സിലാവുന്നത്. ഇപ്പോൾ ഖമ്മം ACPക്കാണ് ഇങ്ങനെ ഒരു പരാതി ചെട്ടി മല്ലു എന്ന ആൾ, ഒരു സാമൂഹ്യ പ്രവർത്തകനാണ്, അയാൾ നൽകിയിരിക്കുന്നത്. ഇത് സൗന്ദര്യയുടെ 2004 ഏപ്രിൽ 17 വിമാനാപകടം നടക്കുന്നത്. BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പോകുമ്പോഴായിരുന്നു ഈ അപകടം. നമുക്കറിയാം ആ ചരിത്രം. അത് വെറും ഒരു അപകടമല്ല, അതൊരു കൊലപാതകമായിരുന്നു എന്നതാണ് ആരോപണം. അതിനുള്ള പ്രധാന കാരണം ഈ മോഹൻ ബാബുവുമായി, തെലുങ്ക് നടൻ മോഹൻ ബാബുവുമായി ഇദ്ദേഹത്തിന് സൗന്ദര്യയ്ക്ക് നേരത്തെ പല കാര്യങ്ങളിൽ തർക്കമുണ്ടായിരുന്നു. ഒരു ഭൂമി തർക്കം ഇരുവർക്കുമിടയിൽ ഉണ്ടായിരുന്നു എന്നതാണ് പറയുന്നത്. ജൽപ്പള്ളിയിലുള്ള 6 ഏക്കർ ഭൂമിയുമായി ബന്ധപ്പെട്ടാണ് ഇരുവരും തർക്കമുണ്ടായിരുന്നത്. അതിലെ ഒരു പ്രതികാരണം എന്ന വണ്ണമാണ് സൗന്ദര്യയെ ഇയാൾ കൊന്നുകളഞ്ഞത് എന്നതാണ് ആരോപിക്കുന്നത്. ഏതെങ്കിലും തെളിവുകൾ ഇതുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ചിട്ടില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാലും ഇയാൾക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ എന്ന നിലയ്ക്കാണ് ഇപ്പോൾ പരാതി നൽകിയിട്ടുള്ളത്. പക്ഷേ അതേസമയം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മോഹൻ ബാബുവും അദ്ദേഹത്തിൻ്റെ മകനും മഞ്ജു മനോജും തമ്മിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതേ ഭൂമിയുടെ പേരിൽ വലിയ തർക്കമുണ്ടാവുകയും ഇരുവരും തമ്മിൽ കയ്യാങ്കളിയിലേക്ക് പോകുന്നതുവരെ തെലുങ്ക് മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടതാണ്. അത്തരമൊരു സാഹചര്യത്തിൽ നിൽക്കെയാണ് ഇപ്പോൾ മോഹൻ ബാബുവിനെതിരെ ഇങ്ങനെ മൂന്നാമതൊരാൾ ഇങ്ങനെ ഒരു ആരോപണവുമായി രംഗത്ത് വരുന്നത്. മാത്രമല്ല ഈ പരാതിയിൽ പറയുന്നുണ്ട് ഈ തർക്കഭൂമി മറ്റ് അനാഥാലയത്തിനോ അല്ലെങ്കിൽ സർക്കാർ കണ്ടുകെട്ടുകയോ ചെയ്യണം എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ പരാതിയിൽ പോലും ഈ ഭൂമിയാണ് ലക്ഷ്യം വെക്കുന്നത് എന്ന ഒരു തോന്നൽ നമുക്ക് ഈ പരാതി വായിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. വിജയകുമാർ. യെസ്, 2 പതിറ്റാണ്ടിന് ശേഷമാണ് ഇക്കാര്യത്തിൽ ചില പുതിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുന്നത്. ഇതിലെന്തെങ്കിലും തെളിവിന്റെ അംശമൊന്നും ഈ പരാതിയിലില്ല. നടൻ മോഹൻ ബാബുവിനെതിരെ ഖമ്മം സ്വദേശിയായ ചിട്ടി മല്ലു എന്നയാൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അതിൽ കേസെടുക്കുമോ തുടരന്വേഷണം നടത്തുമോ എന്നൊന്നും അറിയില്ല. എന്തായാലും ആ പരാതി വലിയ ചർച്ചയാവുന്നുണ്ട്. ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് മുംബൈയിൽ നിന്ന്. കടൽ മണൽ ഖനനത്തിനെതിരെ കേരള മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാർലമെന്റിലേക്ക് മാർച്ച് നടത്തി. മാർച്ചിന് ഐക്യദാർഢ്യവുമായി കേരളത്തിൽ നിന്നുള്ള MP-മാരും പങ്കെടുത്തു. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി സംഘമായി പ്രധാനമന്ത്രിയെ കണ്ട് സംസ്ഥാനത്തിന്റെ ആശങ്ക അറിയിക്കുന്നത് കമ്മിറ്റിയുടെ പരിഗണനയിലുണ്ട്. മത്സ്യത്തൊഴിലാളികളുടെ വികാരം കേന്ദ്ര സർക്കാർ മാനിക്കണമെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത KC വേണുഗോപാൽ MP പറഞ്ഞു. അവരുടെ ആ നിലപാട് ധിക്കാരപരമായ നിലപാടാണ്, ഏകപക്ഷീയമായ നിലപാടാണ്. തീരദേശ ജനതയോടും മത്സ്യത്തൊഴിലാളികളോടും കേരളത്തോടും അടക്കമുള്ള തീരപ്രദേശങ്ങളുടെ വെല്ലുവിളിയാണത്. ആ വെല്ലുവിളിയുമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് പോയാൽ അതേ സ്വരത്തിൽ ഞങ്ങൾ തിരിച്ചു ചോദിക്കും.
കോഴിക്കോട് താമരശ്ശേരിയിലെ 10ാം ക്ലാസ്സുകാരൻ മുഹമ്മദ് ഷഹബാസിന്റെ കൊലപാതകത്തിൽ പ്രതികളായ വിദ്യാർത്ഥികൾക്ക് SSLC പരീക്ഷ എഴുതാൻ അവസരം നൽകിയതിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി. പ്രതികൾക്ക് പരീക്ഷ എഴുതാൻ കോഴിക്കോട് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് നൽകിയ ഉത്തരവ് റദ്ദാക്കണമെന്നാണ് മുഹമ്മദ് ഷഹബാസിന്റെ പിതാവ് ഇക്ബാലിന്റെ ആവശ്യം. കോടതിയിൽ വിശ്വാസമുണ്ടെന്നും ഉചിതമായ തീരുമാനമെടുക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ഇക്ബാൽ 24നോട് പറഞ്ഞു. ഇത്രയും ഒരു ക്രൂരമായ കൊല ചെയ്തിട്ട് അവർക്ക് കുറ്റം ചെയ്തിക്കെന്നുള്ള ബോധ്യപ്പെട്ടിട്ടുണ്ട് പല ആളുകൾ. അവർക്കൊരു ശിക്ഷ, അതായത് അവരെ ഒന്ന് മാറ്റി നിർത്തി എക്സാം എഴുതാനുള്ള അതൊന്നുമില്ലാതെ പരീക്ഷാ ഹാളിലേക്ക് നേരെ കൊണ്ടുപോയി അവർക്ക് എക്സാം എഴുതാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്ത് അറിഞ്ഞപ്പോൾ ഞാനും എൻ്റെ കുടുംബവും വളരെയേറെ മാനസികമായി തളർന്നുപോയി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഹർജി കൊടുക്കാൻ കാരണം. പത്തനംതിട്ട കോന്നിയിൽ സഹകരണ ബാങ്കിലെ നിക്ഷേപം തിരികെ കിട്ടാത്തതിൽ മനംതൊന്ന് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച നിക്ഷേപകന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വെന്റിലേറ്ററിലാണ് കോന്നി പയ്യനാമൺ സ്വദേശി ആനന്ദൻ. CPM ഭരിക്കുന്ന കോന്നി റീജിയണൽ സഹകരണ ബാങ്ക് 11 ലക്ഷം രൂപയാണ് നൽകാനുള്ളത്. പണം കിട്ടാനുള്ള മറ്റു നിക്ഷേപകരെ അണിനിരത്തി കോൺഗ്രസ് ബാങ്കിലേക്ക് ഇന്ന് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. പത്തനംതിട്ടയിൽ പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക തട്ടിപ്പും 2ാം പ്രതിയുടെ അമ്മയിൽ നിന്ന് 1ാം പ്രതിയുടെ സഹോദരൻ 8.65 ലക്ഷം രൂപ തട്ടിയെടുത്തു. ജാമ്യത്തിനും DYSPക്കും അഭിഭാഷകനും കൊടുക്കാൻ എന്ന് പറഞ്ഞാണ് പണം തട്ടിയത്. പത്തനംതിട്ടയിൽ 60 പേർ പ്രതികളായ പോക്സോ കേസിലാണ് ഈ തട്ടിപ്പ് നടന്നത്. സംഭവത്തിൽ 1ാം പ്രതി ജോജി മാത്യുവിന്റെ സഹോദരൻ ജോമാൻ മാത്യുവിനെ അറസ്റ്റ് ചെയ്തു. 2ാം പ്രതി ഷൈനുവിന്റെ അമ്മയുടെ പക്കൽ നിന്നാണ് പലതവണയായി ഇയാൾ പണം തട്ടിയെടുത്തത്. സംസ്ഥാനത്ത് വേനൽ മഴയ്ക്ക് സാധ്യത എന്ന കാലാവസ്ഥാ റിപ്പോർട്ട് വരുന്നുണ്ട്. 4 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഉമേഷ്, ഏതൊക്കെ ജില്ലകളിലാണ് ഈ യെല്ലോ മുന്നറിയിപ്പുള്ളത്? പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട്. ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. 24 മണിക്കൂറിൽ 115 മില്ലിമീറ്റർ വരെ മഴ ഈ ജില്ലകളിൽ ലഭിക്കാൻ സാധ്യതയുണ്ട്. വൈകുന്നേരത്തോടു കൂടിയായിരിക്കും മഴ ലഭിക്കാൻ സാധ്യത. വടക്ക് പടിഞ്ഞാറൻ കാറ്റിന്റെ സംയോജനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതാണ് ഈ ഒറ്റപ്പെട്ട മഴയ്ക്ക് കാരണമായി കാലാവസ്ഥാ കേന്ദ്രങ്ങൾ അറിയിക്കുന്നത്. അതേസമയം വടക്കൻ ജില്ലകളിൽ വരണ്ട കാലാവസ്ഥ തുടരുകയും ചെയ്യും. വിജയകുമാർ. യെസ്, 4 ജില്ലകളിലാണ് യെല്ലോ മുന്നറിയിപ്പുള്ളത്. വേനൽ മഴ സംസ്ഥാനത്തുണ്ടാകും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. സ്റ്റാർലിങ്ക് ഇന്റർനെറ്റ് സേവനത്തിന് ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സുമായി കരാർ ഒപ്പിട്ട് ജിയോയും. ഭാരതി എയർടെല്ലിന് പിന്നാലെയാണ് ജിയോയും സ്പേസ് എക്സുമായി കൈകോർക്കുന്നത്. സ്പേസ് എക്സിന്റെ സ്റ്റാർലിങ്ക് ഇന്റർനെറ്റ് സർവീസ് ഇന്ത്യയിൽ ലഭ്യമാക്കാൻ ജിയോ സൗകര്യമൊരുക്കും. ജിയോ ഔട്ട്ലെറ്റുകൾ മുഖേന സ്റ്റാർലിങ്ക് ഉപകരണങ്ങൾ വിൽപ്പന നടത്തും. വിദൂര സ്ഥലങ്ങളിൽ പോലും ഹൈസ്പീഡ് ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കുന്നതാണ് ഈ പദ്ധതി. സ്റ്റാർലിങ്ക് സേവനങ്ങൾ ആരംഭിക്കാനുള്ള കേന്ദ്ര സർക്കാർ വകുപ്പുകളുടെ അനുമതിക്കായി കാത്തിരിക്കുകയാണ് സ്പേസ് എക്സ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൗറീഷ്യസ് സന്ദർശനം തുടരുന്നു. മൗറീഷ്യസ് ദേശീയ ദിനാഘോഷങ്ങളിൽ നരേന്ദ്രമോദി മുഖ്യാതിഥിയായി പങ്കെടുക്കുകയാണ്. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്താൻ 8 ധാരണാപത്രങ്ങളിൽ ഇരു രാജ്യങ്ങളും ഒപ്പിട്ടു. മൗറീഷ്യസിനായുള്ള വിവിധ പദ്ധതികളിൽ ഇന്ത്യ സഹകരിക്കുമെന്ന് മൗറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര രാംഗുളവുമായി നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. മൗറീഷ്യസിലെ ഏറ്റവും ഉയർന്ന ബഹുമതിയായ ദ ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദ ഓർഡർ ഓഫ് ദ സ്റ്റാർ ആൻഡ് കീ ഓഫ് ദ ഇന്ത്യൻ ഓഷ്യൻ പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര രാംഗുല മോദിക്ക് സമ്മാനിച്ചു. എറണാകുളം വാഴക്കുളം പാരിയത്തുകാവിലെ കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള അഭിഭാഷക കമ്മീഷന്റെ നടപടിക്കെതിരെ ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. സ്ഥലത്ത് വൻ പോലീസ് സന്നാഹവും എത്തിയിട്ടുണ്ട്. അമൽ സുരേന്ദ്രനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അമൽ, ഇത് തുടർച്ചയായ ദിവസങ്ങളിൽ ഈ പ്രതിഷേധം തുടരുന്നുണ്ട്. അഭിഭാഷക കമ്മീഷൻ അവിടെ എത്തുന്നുണ്ട്. ഈ പ്രശ്നം പരിഹരിക്കാൻ എന്തെങ്കിലും ഒരു സ്ഥിര വഴിയെപ്പറ്റി എന്താണ് അവിടെ ആലോചിക്കാത്തത്? നാട്ടുകാരുടെ ഈ പ്രതിഷേധം അവരിങ്ങനെ തുടർച്ചയായി അത് ഉന്നയിച്ചുകൊണ്ടേ ഇരിക്കുകയാണല്ലോ. 8 കുടുംബങ്ങളെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണിത്. ആ കുടുംബങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാവിയുടെ അനിശ്ചിതാവസ്ഥയെ സംബന്ധിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണിത്. നമുക്കറിയാം, കുറേ നാളുകളായിട്ട്, വർഷങ്ങളായി തന്നെ ഈ പ്രശ്നം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. കണ്ണോത്ത് ശങ്കരൻ നായർ എന്ന വ്യക്തിയുടെ സ്വകാര്യ ഭൂമിയിലാണ് ഈ 8 കുടുംബങ്ങളും കയ്യേറി താമസിക്കുന്നത് എന്ന പേരിൽ അദ്ദേഹം കൊടുത്ത സ്വകാര്യ ഹർജിയാണ്. അത് വിധിയാവുകയും പിന്നീട് അപ്പീൽ പോവുകയും അത് സുപ്രീം കോടതി വരെ എത്തുകയും അതിനുശേഷം
ആ ഒരു വിധി ശങ്കരൻ നായർക്ക് അനുകൂലമായി വന്നതിനെ തുടർന്നാണ് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട 8 കുടുംബങ്ങളെ ഇവിടെ നിന്ന് കൊടിയൊഴിപ്പിക്കുകയും ഈ വീടുകൾ ഇവിടെ നിന്ന് നിരമ്പരിശാക്കുകയും വേണം എന്നൊരു വിധി ഉണ്ടായത്. അതിനെ തുടർന്നാണ് അഭിഭാഷക കമ്മീഷനെ വെക്കുന്നത്. ഹൈക്കോടതിയാണ് അഭിഭാഷക കമ്മീഷനെ ഈ വിധി നടപ്പാക്കുവാൻ വേണ്ടി വെക്കുന്നത്. സത്യപാലന്റെ നേതൃത്വത്തിലുള്ള അഡ്വക്കേറ്റ് സത്യപാലന്റെ നേതൃത്വത്തിലുള്ള അഭിഭാഷക കമ്മീഷനാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഏതായാലും CPM അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാം പിന്തുണയോട് കൂടിയാണ് ഈ കുടുംബങ്ങൾ ഇവിടെ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അവർ ഈ അഭിഭാഷക കമ്മീഷനെ തങ്ങളുടെ പാരിയത്ത് എന്ന് പറഞ്ഞ ഈ പ്രോപ്പർട്ടിക്ക് ഉള്ളിലേക്ക് കടക്കാൻ അനുവദിച്ചിട്ടില്ല. ഈ 8 കുടുംബങ്ങൾക്കും നിലവിൽ ഇവിടെ വീട്ടു നമ്പരോ പട്ടയമോ ഇല്ല. അവർ പറയുന്നത് ഇത് പെരിയാർ വാലി പുറമ്പോക്കിലാണ് തങ്ങൾ താമസിക്കുന്നത്. തങ്ങൾ കാലങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്നതിന് ഏതാണ്ട് 1 നൂറ്റാണ്ടോളം പഴക്കമുണ്ട് തങ്ങളുടെ ഇവിടുത്തെ ഈ ഭൂമിക്ക്, തങ്ങളുടെ ഇവിടുത്തെ താമസത്തിന്. അപ്പോൾ ഈ ഭൂമിയിൽ തങ്ങൾക്ക് സ്വാഭാവികമായിട്ടുള്ള അവകാശമുണ്ട്. ഇത് പുറമ്പോക്ക് ഭൂമിയാണ്. ഈ പുറമ്പോക്ക് ഭൂമിയിലുള്ള തങ്ങളുടെ അവകാശങ്ങൾ സർക്കാർ അനുവദിച്ചു നൽകണം എന്നാണ് ഈ കുടുംബങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ കോടതി വിധി ഇവർക്കെതിരായി വന്നിരിക്കുകയാണ്. ഇതിനിടയിൽ ഒരു രമ്യതയ്ക്കൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ രമ്യത പലതരത്തിലും നീങ്ങിപ്പോകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടാകുന്നത്. എന്തായാലും അവിടെ വലിയ പോലീസ് സന്നാഹമുണ്ട്. നാട്ടുകാരുടെ പ്രതിഷേധം തുടരുകയാണ്. വാഴക്കുളം, എറണാകുളം ജില്ലയിലെ വാഴക്കുളം പാരിയത്തുകാവിലാണ് ഈ പ്രതിഷേധം. കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കണം എന്ന ഉത്തരവ് നടപ്പാക്കാൻ അഭിഭാഷക കമ്മീഷൻ അവിടെ എത്തി. ആ കമ്മീഷനെ ഇന്ന് തടഞ്ഞു. തുടർച്ചയായ ദിവസങ്ങളിൽ കമ്മീഷൻ എത്തുകയും അവരെ തടയുകയും ചെയ്യുന്നത് അവിടുത്തെ സ്ഥിരം സംഭവമാണ്. അമൽ സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ഇനി നോക്കാം കായിക വാർത്തകൾ. ISLൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇന്ന് അവസാന മത്സരം. രാത്രി 7:30 നടക്കുന്ന എവേ മത്സരത്തിൽ ഹൈദരാബാദ് FC ആണ് എതിരാളികൾ. പ്ലേ ഓഫ് സാധ്യതകൾ നേരത്തെ തന്നെ അവസാനിച്ചതിനാൽ ജയത്തോടെ സീസൺ അവസാനിപ്പിക്കാനാണ് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നത്. 23 മത്സരങ്ങളിൽ നിന്ന് 28 പോയിന്റുള്ള ബ്ലാസ്റ്റേഴ്സിന് ഇന്ന് ജയിച്ചാൽ 8ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാൻ കഴിയും. യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ ക്വാർട്ടർ ഫൈനൽ ഉറപ്പിക്കാൻ റയൽ മാഡ്രിഡ് ഇന്നിറങ്ങും. അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരായ പ്രീ ക്വാർട്ടർ 2ാം പാദ മത്സരം രാത്രി 1:30-ക്കാണ്. അവസാന 8-ലെത്താൻ ആഴ്സണലും ഇന്ന് കളത്തിലിറങ്ങും. ആദ്യപാദത്തിലെ ആധിപത്യം അത്ലറ്റിക്കോക്കെതിരെ ആവർത്തിക്കാൻ റയൽ മാഡ്രിഡ് 2-1 ജയിച്ച നിലവിലെ ചാമ്പ്യന്മാർക്ക് ഇന്ന് സമനില മതി ക്വാർട്ടർ ഫൈനൽ ഉറപ്പിക്കാൻ. റോഡ്രിഗോയുടെയും ബ്രാഹിം ഡിയാസിന്റെയും ഗോളുകൾക്കാണ് സാന്റിയാഗോ ബെർണബ്യൂവിൽ റയലിന്റെ ജയം. ഹൂലിയൻ അൽവാരസിലൂടെയായിരുന്നു അത്ലറ്റിക്കോയുടെ ആശ്വാസം. സ്വന്തം തട്ടകത്തിൽ കടം തീർത്ത് ജയിച്ചു കയറാൻ അത്ലറ്റിക്കോ ഇറങ്ങുമ്പോൾ മാഡ്രിഡ് ഡെർബി പൊട്ടിക്കും. PSV ഐൻഡോവനെ ആദ്യപാദത്തിൽ 7-1 തീർത്ത ആസ്നൽ ഏറെക്കുറെ ക്വാർട്ടർ ഫൈനൽ ഉറപ്പിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ 2 കളികളിലും 7 ഗോളടിച്ച ഗണ്ണേഴ്സ് ഇന്ന് എത്ര തവണ നിറയൊഴിക്കുമെന്നതിൽ മാത്രമാണ് കൗതുകം. ക്ലബ് ബ്രൂഗിനെ 3-1 തോൽപ്പിച്ച എമിലിയാനോ മാർട്ടിനസിന്റെ ആസ്റ്റൺ വില്ലയ്ക്ക് 1 ഗോളിൽ കൂടുതലുള്ള തോൽവി ഒഴിവാക്കിയാൽ മതി അവസാന 8-ലെത്താൻ. സ്പോർട്സ് ഡെസ്ക് 24. നോക്കാം സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. സ്വർണ്ണത്തിൽ സ്നേഹത്തിൽ സ്പർശ കാലാവസ്ഥാ റിപ്പോർട്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust.